ഇന്ന് നമുക്ക് എഗ് പഫ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓവനില്ലാതെയാണ് ഞാൻ ഈ പഫ്സ് തയ്യാറാക്കുന്നത്. ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ഈ പഫ്സ് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴക്കണം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവിനെല്ലാം കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഫ്സിന് ഇനി നമുക്ക് ഈ മാവ് അടച്ച് വെച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത്, ഈ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് ഇതിനെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ തടവി നമുക്ക് ഈ മാവിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് ഇതിൻ്റെ സൈഡൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ 2 ഭാഗവും മടക്കിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലും ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് നന്നായിട്ട് മൈദ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഇങ്ങനെ 6 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, നല്ല ലെയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസും ഒന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട്. ചെറുതായി ഒന്ന് പരത്തിയെടുത്താൽ മതി, നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. അപ്പം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമുക്കിതിലേക്ക് മസാല വെക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല വെക്കാം. അതിൻ്റെ മുകളിൽ ഒരു മുട്ടയുടെ പകുതി ഭാഗം വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കാം. ഈ 4 കോണും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ പഫ്സും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ എഗ് വാഷ് ചെയ്യാം. ഒരു മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവൻ പഫ്സും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഈ പാനിലേക്ക് എണ്ണയോ ബട്ടറോ നന്നായിട്ട് തടവി കൊടുക്കുക. ഇതൊരു ഫ്രൈ പാനാണ്. നിങ്ങളുടെ അടുത്ത് സോസ് പാൻ ഉണ്ടെങ്കിൽ സോസ് പാൻ എടുത്താൽ മതി. എടുക്കുന്ന സമയത്ത് നല്ല അടിവശം നല്ല കട്ടിയിലൊരു പാനായിരിക്കണം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകില്ല. അപ്പം ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ ഒരു പാനിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് വേണം ഈ പഫ്സ് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ബട്ടർ പേപ്പർ വെക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ആദ്യം ഈ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതായത് ഒന്ന് അടച്ച് വെച്ച് ചൂടാക്കിയെടുക്കാം. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം നല്ലവണ്ണം ഒന്ന് കുറച്ചിട്ട് നമുക്കിതിലേക്ക് പഫ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ബട്ടർ പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിവശം കരിഞ്ഞു പോവുകയോ അതുപോലെ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ല കറക്റ്റായിട്ട് വരും. അതുപോലെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് അടിഭാഗം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് 10 മിനിറ്റ് ഈ മുകൾ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ല, അടിഭാഗമൊന്നും നല്ല കറക്റ്റായിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ അടിഭാഗം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതിന് കുറച്ച് കളർ കുറവായിരിക്കും. ഈ ഒരു മുകൾ ഭാഗവും കുക്കായതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ഒരു 1-2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നല്ല കറക്റ്റ് കളർ കിട്ടും. ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചൊന്നിങ്ങനെ 2 ഭാഗം ഒന്നിങ്ങനെ തിരിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.